സർ, എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ക്രഞ്ച് ക്യാമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സാറേ, കോസ്റ്റിങ്ങിന്റെ പ്രീവിയസിലെ 13 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന ഒരു 4 days നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റൻസീവ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ക്യാമ്പാണ് ക്വസ്റ്റ്യൻ പേപ്പർ ക്രഞ്ച് ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർ, ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കലി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ എക്സാമിന് എന്തില്ല, ടൈം റിസ്ട്രിക്ഷൻ ഇല്ല. ദർ ഇസ് നോ ടൈം റിസ്ട്രിക്ഷൻ. സാധാരണ അറിയാം 3 hours ആണല്ലോ ടൈം. പക്ഷെ നമ്മുടെ ഇത് കുട്ടികൾ എപ്പോഴാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കും. മാത്രമല്ല, നമ്മുടെ മെയിൻ സ്പെഷ്യാലിറ്റി ഈ വർക്കൗട്ട് ക്യാമ്പിൽ കുട്ടികൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഫാക്കൽറ്റി അവിടെ ഉണ്ടാവും. അതുപോലെ ആരോട് ചോദിക്കുക, മെൻറ്റേഴ്സ് ഉണ്ടാവും. അവരെടുത്ത് ഡൗട്ട് ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. സർ, ആരാണ് ഈ മെൻറ്റേഴ്സ്? നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ടാലന്റഡ് ആയിട്ട് ഏകദേശം ഒരു 10ഓളം കുട്ടികളെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കും. അങ്ങനെ പറഞ്ഞാൽ ഈ 13ഓളം ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് നമ്മൾ കൊടുത്ത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് അവരെ എക്സ്പെർട്ട് ആക്കും. എന്നിട്ട് നമ്മളെ ഈ എക്സാം 4 days ക്യാമ്പിൽ എന്ത് ചെയ്യും, അവർ കൂടെ ഇവരെ അസിസ്റ്റ് ചെയ്യാനുണ്ടാവും. അതേ ഞാൻ പറഞ്ഞത്, എന്ത് തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ആരോട് ചോദിക്കാം, ഈ മെൻറ്ററോട് ചോദിക്കാം. സർ, ആർക്കൊക്കെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? കോസ്റ്റിംഗ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത എന്നാൽ റിവിഷൻ കഴിയണമെന്നില്ല, അങ്ങനത്തെ ഒരു കുട്ടിക്ക് ഇത് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. കുറച്ചൊക്കെ ബേസിക് കാര്യങ്ങളുള്ളവർക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെറ്റാക്കാൻ പറ്റും. സർ, 1-2 ടോപ്പിക് ഒരു കുട്ടിക്ക് അറിയില്ല, അവർക്ക് ഈ ക്ലാസ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ? സാറേ, തീർച്ചയായിട്ടും. ഇപ്പൊ മാർജിനൽ കോസ്റ്റിംഗ് അറിയാത്ത, അതിന്റെ കോൺസെപ്റ്റ് അറിയാത്ത ഒരു കുട്ടിയാണെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാം, ഈ ക്യാമ്പിൽ പങ്കെടുക്കാം. എക്സാമിന്റെ ആ ക്വസ്റ്റ്യൻ പേപ്പറോ മാർജിനൽ കോസ്റ്റിങ്ങിന്റെ ക്വസ്റ്റ്യന്റെ ആ ലോട്ട് എത്തുമ്പോൾ അവർക്ക് അവരുടെ മെൻറ്ററെ വിളിക്കാം, ചോദ്യം ചോദിക്കാം. അപ്പൊ മെൻറ്റർ അവരെ എടുത്തിരുന്ന് എന്ത് ചെയ്യും, കൃത്യമായിട്ട് അതിന്റെ ലോജിക്കൊക്കെ പറഞ്ഞു കൊടുക്കും. ഒരു ക്വസ്റ്റ്യൻ ഡെപ്തിൽ മാർജിനൽ കോസ്റ്റിംഗ് പഠിപ്പിക്കുന്നില്ല, ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പ്രാക്ടിക്കലാകും. പിന്നെ അറിയാലോ സാറിന്, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഇതേ പാറ്റേണിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏകദേശം 13 ക്വസ്റ്റ്യൻ പേപ്പർ എത്തുമ്പോഴേക്കും മാർജിനിൽ പ്രത്യേകത ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്ന് മാർജിനിൽ 2 ക്വസ്റ്റ്യൻ വീതം ഷുവറായിട്ട് എന്തുണ്ടാവും, 13. അപ്പോൾ 26 ക്വസ്റ്റ്യനോടും ആ കുട്ടി എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ ടോപ്പിക്കിൽ അയാൾ എന്തോ എക്സ്പെർട്ട് ആവും. സർ, നോർമലി ഈ ക്രാഷ് കോഴ്സിന് ഇക്കലാവോ നമ്മുടെ ഈ ക്യാമ്പ്? ഡെഫിനറ്റ്ലി സാർ. കാരണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് 2 മെയിൻ ആയിട്ടുള്ള പർപ്പസ് ആണുള്ളത്. റിവിഷൻ കം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ക്യാമ്പ്. അപ്പോൾ ഇതിലൂടെ കുട്ടി എന്ത് ചെയ്യും, റിവിഷനും സെറ്റാവും, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യും. സർ, വാട്ട് ആർ ദ മെയിൻ ബെനിഫിറ്റ്സ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ക്യാമ്പ്? എക്സാമിൻ്റെ പേടി എന്നുള്ളതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യം. നമുക്കിതിൽ ഒന്നാമതായി എണ്ണി പറയാൻ പറ്റുന്ന സാധനം, എക്സാം ഫിയർ എന്ത് ചെയ്യും, പാടെ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി ഈ ക്യാമ്പ് കൊണ്ട് ഗുണം ചെയ്യും. രണ്ടാമത്, അവരുടെ കോൺഫിഡൻസ് ലെവലും ഈ വർദ്ധിക്കും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സാധനം ടൈം മാനേജ്മെന്റ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പറിന് റെസ്ട്രിക്ഷൻ ഇല്ല ടൈം, പക്ഷെ 1-2 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് വലുതായിരിക്കും എന്നുള്ളത് കാര്യത്തിൽ ഒരു സംശയം.